വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ വിത്ത് ജിൻസി. ഇന്നൊരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. വേറെ വലിയ കാര്യമൊന്നുമല്ല, നമ്മുടെ ദോശമാവ്, നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മാവൊക്കെ നമുക്ക് ചില ദിവസങ്ങളിൽ ബാക്കി വരാറുണ്ടല്ലോ. അപ്പം ആ ഒരു മാവ് വെച്ച് വീണ്ടും ദോശയോ ഇഡ്ഡലിയോ ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒരു ചായയുടെ സ്നാക്സ് ആയിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ്. ഞാനിത് പൊതുവേ വീട്ടിൽ മമ്മി ഉണ്ടാക്കുന്ന കണ്ടിട്ടാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതിനകത്ത് കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു റെസിപ്പിയാണ് ചായയുടെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെ ഓണിയൻ ബജി അല്ലെങ്കിൽ ഉള്ളിവട ദോശമാവിനകത്ത് വിട്ട് നമ്മളെങ്ങനെയാണ് ചെയ്യാവുന്നത്. വളരെ ഈസിയാണ്, വളരെ ക്വിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇച്ചിരിയേ ഉള്ളൂ, വളരെ കുറച്ച് മാവേ ഉള്ളൂ. അത് കുറച്ചൊന്ന് ബാക്കി വന്നത് വെച്ച് ഇതുകൊണ്ട് 2-3 ദോശകളെല്ലാം ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. എന്തായാലും ഇതിൽ ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് അതിൻ്റെ ഒരു ബജി ഉണ്ടാക്കാനാണ് ഞാനിന്ന് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു സവാള നീളത്തിലരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഒപ്പം ഇടാൻ പോകുന്നത് ഈ ഒരു സംഭവമാണ്, സെൽഫ് റേസിംഗ് ഫ്ലോർ ഇട്ടാലൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് സോഡാപ്പൊടിയോ അങ്ങനത്തെ റേസ് ചെയ്യാനുള്ള സംഭവമൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇത് മൈദയ്ക്ക് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ഞങ്ങളിത് എനിക്ക് തോന്നുന്നു ഞാൻ അസ്റ്റേ നിന്നാണ് തോന്നുന്നു വാങ്ങിച്ചത്. UK-ൽ ഇത് സുലഭമായിട്ട് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. നാട്ടിലൊക്കെ എനിക്കറിയത്തില്ല, കിട്ടുന്നുണ്ടായിരിക്കും. ഞാനങ്ങനെ വലിയ ബേക്കറൊന്നുമല്ല, സോ എനിക്ക് നാട്ടിലത്തെ കാര്യമൊന്നും അറിയത്തില്ല. ഇവിടെ ഇത് ഈസി ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് 3 സാധനം വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ബജി പരിപാടി. ഇത്രയും ഒരു സെൽഫ് റേസിംഗ് ഫ്ലോറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാനൊരു കണക്കൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കതിൻ്റെ കണക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ഏകദേശം മുഖം വെച്ചിട്ടാണ് ഞാൻ ഓരോ സംഭവങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഈ മാവിനകത്തോട്ട് ഞാൻ ഇത്രയുള്ള ഒരു മാവിന് ഇത്രയും പൊടിയാണ് ഞാൻ ഇടുന്നത്. അതും കൂടെ നമുക്ക് മിക്സ് ചെയ്തിടാം. അപ്പം ഇതൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ ബജി ഒന്ന് തീർത്ത് വരാനും പിന്നെ ഒന്ന് കുറുകി കട്ടിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടും കൂടാണ് കേട്ടോ ഇങ്ങനൊരു പൊടി ചേർക്കുന്നത്. പൊടി ഇട്ടില്ലെങ്കിലും മാവിനകത്ത് തന്നെ നമുക്ക് ഉള്ളി അരിഞ്ഞ് ചേർത്ത് എണ്ണയ്ക്കകത്ത് എണ്ണ ചൂടായി വരുമ്പോൾ കോഴി ഒഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് തന്നെയാണ്. ബട്ട് ഇത് ഞാനൊന്ന് ഇച്ചിരി കുറുകിയിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പൗഡർ ചേർക്കുന്നത്. നിങ്ങൾക്ക് മാവായിട്ട് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയോ മൈദയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ചേർക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ സെൽഫ് റേസിംഗ് ഫ്ലോർ ഉള്ളതുകൊണ്ട് ഞാൻ അതും കൂടെ ഒന്ന് ചേർക്കുന്നു, അത്രമാത്രം. അപ്പോൾ ഇത്രയും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ദോശമാവുണ്ട്, കുറച്ച് സെൽഫ് റേസിംഗ് ഫ്ലോറും, ചുമ്മാ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ നമ്മുടെ ആവശ്യാനുസരണം ഇടുന്ന കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് ബോൾസ് ആയിട്ട് ഇങ്ങനെ കോഴിയോ അല്ലെങ്കിൽ കൈ കൊണ്ട് വെച്ചോ നമുക്ക് എങ്ങനെ വേണേലും ചൂടാക്കി ഒഴിച്ചെടുക്കാം. അപ്പോൾ ചട്ടി ചൂടാക്കാൻ വെക്കാം. ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാത്രം ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ മാവ് മൊഴിയുന്നതിന് ആവശ്യമുള്ള അത്ര എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് ഇനി മൊഴിപ്പിച്ചെടുക്കാം. ഒഴിക്കുമ്പോൾ ഇച്ചിരി ഫ്ലാറ്റനായിരിക്കും. നമ്മളത് തവിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതിന് ഏത് ഷേപ്പ് വേണം ആ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ നിലവിൽ ഒരെണ്ണമേ ഇടുന്നുള്ളൂ. നമുക്ക് നോക്കാം ഇതെങ്ങനായി വരുമെന്ന്. അതനുസരിച്ച് പിന്നെ ഞാൻ കുറച്ചും കൂടെ കൂട്ടിയിടും. ഒക്കെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മറിച്ചിടാം. കണ്ടോ,
സെൽഫ് ഫ്രീസിങ് ഫ്ലോർ ഇട്ടത് കൊണ്ട് തന്നെ നമ്മൾ ഈ എടുക്കുന്ന സംഭവം കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി വരും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ എടുത്ത് കാണിക്കാം. ഇത് കണ്ടോ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ നമ്മൾ ഇട്ടതിനേക്കാട്ടിലും കുറച്ചും കൂടെ അതൊന്ന് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ടല്ലേ. കുറച്ചും കൂടെ മൊഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊഴിയിക്കാം, അല്ലെങ്കിൽ ഈ ഒരു നിറത്തിൽ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും നമുക്ക് എടുക്കാം. ഞാൻ എന്തായാലും ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കും എടുക്കുവാണ്, അധികം അങ്ങോട്ട് ബ്രൗൺ ആക്കുന്നില്ല. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്നാക്സ്. ഇനി ഞാൻ ഓരോന്നോരോന്നായൊക്കെ എല്ലാത്തിനും ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. നമ്മൾ ഒന്ന് ഇട്ട് കഴിയുമ്പം അതിനൊരു ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടോ തവി വെച്ചിട്ടോ ഒന്ന് ഷേപ്പ് കൊടുത്തതിന് ശേഷമേ അടുത്തത് ഇടാവും, അല്ലെങ്കിൽ എല്ലാം കൂടെ സ്റ്റിക്കായി പോകും. കൺസിസ്റ്റൻസി മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. അതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമുക്ക് മാവിന് വേണ്ടിയത്. അപ്പോൾ നല്ലൊരു ഷേപ്പിന് കിട്ടും. എനിക്ക് അളവൊന്നും പറഞ്ഞുതരാൻ അറിയത്തില്ല, ഞാൻ എൻ്റെ രൂപത്തിനാണ് എല്ലാം ഉണ്ടാക്കാറുള്ളത്. ഈ ഒരു മാവിൻ്റെ ഒരു ലൂസ്നെസ് കണ്ടോ, ഇതുപോലെ ഇരിക്കണം. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒരു ഷേപ്പിൽ കിട്ടും. ഒരുപാട് ലൂസായി പോയാലും അന്നേരം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാരണം മമ്മി എനിക്ക് തോന്നുന്നത് ദോശമാവ് മാത്രം വെച്ചിട്ടാണ് ഉള്ളിയുടെ വട ഉണ്ടാക്കാറുള്ളത്. ഞാനിപ്പോൾ ഇച്ചിരി ഒന്ന് ഫ്ലഫി ആവാനും ഇച്ചിരി ഒന്ന് ബോണ്ട ടൈപ്പൊക്കെ തോന്നാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ അതിനകത്ത് കുറച്ച് മാവും കൂടെ അല്ലെങ്കിൽ പൊടിയും കൂടെ ചേർത്തത്. അപ്പോൾ ലൂസായാലും കുറച്ച് എന്താ പറയുന്ന ഒരു അപ്പം പോലത്തെ ഒക്കെ ഒരു ഫീല് വരും എന്നതേ ഉള്ളൂ. അല്ലാതെ ടേസ്റ്റൊക്കെ നല്ല അടിപൊളി തന്നെയാണ്. പക്ഷെ ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ചെറുതായിട്ടൊന്ന് ഹെവിനെസ് പോലെയൊക്കെ തോന്നും. ചായയുടെ കൂടെയൊക്കെ ഒരു നല്ല അടിപൊളി കടിയായിട്ടൊക്കെ തോന്നും. ഇതാ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. നല്ലൊരു ഷേപ്പിലും നല്ല മുരിമുരിയായിട്ട് വന്നിട്ടുണ്ട്. പുറം നല്ല ക്രഞ്ചി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ലാസ്റ്റിൽ ഇത് മുറിച്ച് കാണിക്കുന്നതായിരിക്കും. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടെ കഴിഞ്ഞിട്ട് കാണിക്കാം, ചുറ്റൂനെയും കാണിക്കാം. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ദോശമാവും കൊണ്ടുണ്ടാക്കിയ ഉള്ളിവട. എല്ലാം നല്ലപോലെ വന്നിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനിനി ഒരെണ്ണം മുറിച്ച് കാണിക്കാം. ഞാൻ ഇതൊരെണ്ണം എടുക്കാം, ബിക്കോസ് ബാക്കിയെല്ലാം നല്ല ചൂടാണ്. ഇതാ എൻ്റെ അകമൊക്കെ വന്നിട്ട് ഇതുപോലെ നല്ല ചൂടുണ്ട്, നല്ല സോഫ്റ്റും ആണ്. പുറം നല്ല ക്രഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതൊക്കെ കാണാൻ മനസ്സിലാവും. ഞാൻ ഷിറ്റുവിനെയാണ് ട്രൈ ചെയ്യാൻ കൊടുത്തേക്കുന്നത്. ഒന്ന് കഴിച്ച മോനെ, കൊള്ളാവോ? നല്ലതാണോ? സൂപ്പറാണോ? ഗുഡ് ഗേൾ. അവൾ സാധാരണ അങ്ങനെ എല്ലാത്തിനും ഒന്നും നല്ലതാണെന്ന് പറയത്തില്ല കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അവൾ കഴിക്കാറുള്ളൂ. അവൾ നല്ലതാണെന്നും പറയത്തുള്ളൂ. അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൾ ഒരു കടി കഴിച്ചിട്ട് ബാക്കി കൊണ്ട് കളയും. അമ്മ ഉണ്ടാക്കിയ കൊള്ളാവോ? നല്ലതാണോ? അവൾ വീണ്ടും വീണ്ടും കഴിക്കുന്നുണ്ട്, അതിനർത്ഥം അത് നല്ലത് തന്നെയാണെന്നാണ്. അപ്പം ഷിട്ടുവിനെ ഇഷ്ടപ്പെട്ടു. അവളാണ് എൻ്റെ ഇവിടുത്തെ ടെസ്റ്റർ. അവളും എൻ്റെ കെട്ടിയവനുമാണ് ഇവിടുത്തെ ടെസ്റ്റർ. കെട്ടിയവനെ പിന്നെ ഞാൻ ഉപ്പുണ്ടോ പഞ്ചസാര ഉണ്ടോ ഇങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. പക്ഷെ ശരിക്കും നമ്മൾ ഉണ്ടാക്കിയത് നല്ലതാണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ ഷിറ്റുവിന് തന്നെ കൊടുക്കണം. അപ്പോൾ അവൾ കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സത്യമായിട്ട് നമ്മുടെ റെസിപ്പി സൂപ്പറായിട്ട് വന്നിട്ടുണ്ടെന്ന് തന്നെയാണ്. ഉള്ള മനസ്സിൽ കള്ളയില്ലെന്നാണല്ലോ. അപ്പോൾ എനിവേ എനിക്ക് ഈ കിട്ടിയ ഉള്ളിവട ഇത്രയേ ഉള്ളൂ കേട്ടോ. 5 ഉള്ളൂ. ആകെ കുറച്ച് മാവേ ഉള്ളായിരുന്നു, നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ അത്രേ ഒരു കുറച്ച് മാവിനകത്ത് എനിക്ക് കിട്ടിയ 5 ഉള്ളിവടയാണ്.